വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഹൽവ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം. പഴത്തിൻ്റെ ഹൽവ ഉണ്ടാക്കാൻ 3 നേന്ത്രപ്പഴം മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചു കൊണ്ടുവരാം. അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച പഴം വീത്തണം. കുറച്ച് വെള്ളം കൂട്ടി അടിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളമായി നമുക്ക് കൂടുതൽ ഇളക്കേണ്ട വരും. പിന്നെ അതിലേക്ക് വെല്ലത്തിൻ്റെ പൊടി, ജാഗറി പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സാധനം, അത് ഇതിൽ ഒഴിക്കുക. അരിക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് കുറച്ചധികം നേരം നമ്മൾ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് വീത്താം. എല്ലാം കൂടി നമ്മൾ ഇളക്കിയിട്ട് അത് കട്ടയായിട്ട് നമുക്ക് കിട്ടണം. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടയായിട്ട് വരുന്നുണ്ട്. നമ്മൾ വെച്ച പഴത്തിൻ്റെ കൂട്ട് പാനിൽ നിന്ന് വിട്ട് പോരുന്ന വരെ നമ്മൾ ഇളക്കി നിൽക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലണ്ടി ഇടുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ട് പോരുന്ന പോലെ ആവണം. നമ്മൾ വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ ഹൽവ പാനിൽ നിന്ന് വിട്ട് പോരുന്ന സ്ഥിതിയിലായിൻ്റെ. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഹൽവ തയ്യാറായി. സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ തയ്യാറാക്കിയ ഹൽവ ഇതിലിടാം. ഞാൻ വേറൊരു പാത്രത്തിലാണ് ഹൽവ സെറ്റാക്കി വെച്ചത്. നമ്മൾ കുറച്ച് ഹൽവയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. മറ്റേ വലിയ പാത്രമായ കാരണം ചെറിയൊരു പാത്രത്തിലാണ് സെറ്റാക്കി വെച്ചത്. നമ്മുടെ ഹൽവ തയ്യാറായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.